കേരള ബജറ്റ് 2026 അവതരിപ്പിക്കാൻ ഒരുങ്ങുന്ന പുതിയ UDF സർക്കാരിന് മുന്നിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്നാണ് കാർഷിക മേഖല. ഒരു വശത്ത് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകാൻ ഫണ്ടില്ലാതെ അനിശ്ചിതത്വത്തിലായ കേരള കർഷക ക്ഷേമനിധി ബോർഡ്, മറുവശത്ത് കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതിക്ഷോഭങ്ങളും മൂലം തുടർച്ചയായി പ്രതിസന്ധിയിലാകുന്ന കർഷകരെ സംരക്ഷിക്കാൻ പുതിയ ഹെൽപ്പ് ലൈൻ സംവിധാനവും നിരീക്ഷണ കേന്ദ്രവും. ഈ രണ്ട് വിഷയങ്ങൾ ബജറ്റിൽ എങ്ങനെ പ്രതിഫലിക്കും? കർഷക ക്ഷേമത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന നിർണായക ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. കേരളത്തിലെ കർഷകരുടെ സാമൂഹ്യ സുരക്ഷ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പദ്ധതിയാണ് കേരള കർഷക ക്ഷേമനിധി ബോർഡ്. പെൻഷൻ, ചികിത്സാ സഹായം, വിവാഹ വിദ്യാഭ്യാസ ധനസഹായം, കുടുംബ പെൻഷൻ തുടങ്ങി നിരവധി ആനുകൂല്യങ്ങളാണ് അംഗങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരുന്നത്. കർഷകൻ അടയ്ക്കുന്ന വിഹിതത്തിന് തുല്യമായ തുക സർക്കാർ നൽകണമെന്ന വ്യവസ്ഥയും പദ്ധതിയിലുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ സർക്കാർ കാലയളവിൽ കർഷകർ അടച്ച തുകയ്ക്ക് തുല്യമായ സർക്കാർ വിഹിതം പൂർണ്ണമായും ലഭിച്ചില്ലെന്നാണ് ബോർഡിൻ്റെ അവസ്ഥ സൂചിപ്പിക്കുന്നത്. 2026 ഡിസംബറോടെയാണ് ആദ്യഘട്ട അംഗങ്ങളുടെ 5 വർഷ കാലാവധി പൂർത്തിയാകുന്നത്. അതോടെ ആയിരക്കണക്കിന് കർഷകർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകേണ്ട സാഹചര്യവും വരും. എന്നാൽ അതിനാവശ്യമായ ഫണ്ട് ബോർഡിൻ്റെ കൈവശവുമില്ല. 15,000-ലധികം കർഷകർ അംഗങ്ങളായിട്ടുണ്ടെങ്കിലും പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം പുതിയ അംഗത്വങ്ങളെയും ബാധിക്കുകയും ചെയ്യും. പുതിയ കർഷകർ ചേരുന്നത് കുറയുകയും ബോർഡിൻ്റെ വളർച്ച മന്ദഗതിയിലാകുകയും ചെയ്യും. ഇവിടെയാണ് കേരള ബജറ്റ് 2026 പ്രസക്തി ഉയരുന്നത്. കർഷക ക്ഷേമനിധി ബോർഡിന് സർക്കാർ കുടിശ്ശികയായി നൽകാനുള്ള തുക അനുവദിക്കുമോ? പെൻഷൻ വിതരണം ഉറപ്പാക്കാൻ പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കുമോ? അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി പദ്ധതി പരിമിതപ്പെടുത്തുമോ? കർഷകർ ഉറ്റുനോക്കുന്നത് ഈ തീരുമാനങ്ങളൊക്കെയാണ്. ഖജനാവ് ശൂന്യമാണെന്ന് ധവളപത്രത്തിലൂടെ സർക്കാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും 2026 ഡിസംബറിൽ ആദ്യഘട്ട പെൻഷൻ കാലാവധി പൂർത്തിയാക്കുന്നതിനാൽ ബോർഡിന് ശ്വാസം നൽകാൻ ഒരു പ്രത്യേക തുക ബജറ്റിൽ വകയിരുത്തിയേക്കാം. നടപ്പാക്കാൻ കഴിയുന്ന പ്രഖ്യാപനങ്ങളെ ബജറ്റിൽ ഉണ്ടാകൂ എന്ന് VD സതീശൻ വ്യക്തമാക്കിയിട്ടുമുണ്ട്. അതിനാൽ വലിയ വാഗ്ദാനങ്ങൾക്ക് പകരം നിലവിലുള്ള 15,000-ഓളം വരുന്ന അംഗങ്ങളുടെ ആനുകൂല്യങ്ങൾ ഉറപ്പാക്കാനുള്ള പ്രഖ്യാപനത്തിനാകും മുൻഗണന നൽകുക. ഇതിനായി ഖജനാവിൽ നിന്ന് നേരിട്ട് പണം കണ്ടെത്തുന്നതിന് പകരം പ്രത്യേക ലക്ഷ്യത്തോടെയുള്ള വരുമാന സ്രോതസ്സുകൾ വഴി കർഷക ക്ഷേമനിധി ബോർഡിലേക്ക് ഫണ്ട് സമാഹരിക്കാൻ VD സതീശൻ ബജറ്റിൽ മുതിർന്നേക്കാം. ഇതിനായി ഒരു പുതിയ സെസ്സോ ടാക്സോ വരുമ്പോൾ അത് ജനങ്ങൾക്ക് അധിക ബാധ്യതയാകാതെ നോക്കുക എന്നതാണ് ധനമന്ത്രിയുടെ പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെ നിത്യോപയോഗ സാധനങ്ങളെ ഒഴിവാക്കി ആഡംബര മേഖലകളെയും വിനോദ മേഖലകളെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള 1-2 സെസ്സുകളോടെ ആയിരിക്കും കർഷക ക്ഷേമനിധി ബോർഡിനെ പുനരുജ്ജീവിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുക. അതേസമയം മറ്റൊരു വലിയ വെല്ലുവിളി കാർഷിക മേഖലയെ ബാധിക്കുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം, അപ്രതീക്ഷിത മഴ, വരൾച്ച, ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം, രോഗകീടബാധ, വന്യജീവി ആക്രമണം തുടങ്ങി നിരവധി കാരണങ്ങളാൽ കർഷകർക്ക് വൻ നഷ്ടങ്ങളാണ് നേരിടേണ്ടി വരുന്നത്. ഈ സാഹചര്യത്തിലാണ് കൃഷി വകുപ്പ് സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രവും എല്ലാ ജില്ലകളിലും പ്രത്യേക ഹെൽപ്പ് ലൈൻ സംവിധാനവും ആരംഭിച്ചിരിക്കുന്നത്. കർഷകരുടെ പരാതികൾ ഉടൻ സ്വീകരിക്കാനും നഷ്ടപരിഹാര നടപടികൾ വേഗത്തിലാക്കാനുമാണ് പുതിയ സംവിധാനത്തിൻ്റെ ലക്ഷ്യം. എയിംസ് പോർട്ടലുമായി ബന്ധിപ്പിച്ച ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനത്തിലൂടെ കൃഷിനാശ റിപ്പോർട്ടുകൾ, നഷ്ടപരിഹാര അപേക്ഷകൾ, വിതരണം ചെയ്ത തുക എന്നിവ സംസ്ഥാന തലത്തിൽ തത്സമയം നിരീക്ഷിക്കാനും കഴിയും. നിലവിൽ പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരവും വിള ഇൻഷുറൻസ് ആനുകൂല്യങ്ങളും ലഭിക്കുന്നതിൽ കാലതാമസം നേരിടുന്നുവെന്ന പരാതികൾ വ്യാപകമാണ്. പുതിയ സംവിധാനത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതും. അതുകൊണ്ട് തന്നെ എയിംസ് പോർട്ടലിന് സാമ്പത്തിക അടിത്തറയ്ക്കായി കൃഷി വകുപ്പ് പുതിയതായി തുടങ്ങിയ സംസ്ഥാനതല നിരീക്ഷണ കേന്ദ്രത്തിനും ജില്ലാ ഹെൽപ്പ് ലൈനുകൾക്കുമായി കൃത്യമായ ഭരണാനുമതിയും തുകയും ബജറ്റിൽ പ്രഖ്യാപിക്കാനാണ് സാധ്യത. ഡിജിറ്റൽ സംവിധാനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കാൻ IT ഫണ്ടിൽ നിന്നും ഇതിലേക്ക് വിഹിതവും മാറ്റിയേക്കാം. ഹൈറേഞ്ച് മേഖലകളിലെ കർഷകരുടെ പ്രധാന പരാതിയായ വന്യജീവി ആക്രമണങ്ങളിൽ നിന്നുള്ള സംരക്ഷണത്തിനും വിളനാശത്തിനുമുള്ള അടിയന്തര ധനസഹായത്തിനുമായി പ്രത്യേക തുക വകയിരുത്താനും സാധ്യതയുമുണ്ട്. എന്നാൽ ഇത് ബജറ്റുമായി നേരിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. ഡിജിറ്റൽ സംവിധാനങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് മാത്രം നഷ്ടപരിഹാരം ലഭിക്കില്ല. അതിനാവശ്യമായ സാമ്പത്തിക പിന്തുണയും ബജറ്റിൽ ഉറപ്പാക്കേണ്ടതുണ്ട്.
അതിനാൽ കർഷക ക്ഷേമനിധി ബോർഡിനുള്ള ഫണ്ടും പ്രകൃതിക്ഷോഭ നഷ്ടപരിഹാരത്തിനുള്ള വിഹിതവും സംസ്ഥാന വിള ഇൻഷുറൻസ് പദ്ധതിക്കുള്ള വകയിരുത്തലും 2026 ബജറ്റിലെ നിർണായക സൂചകങ്ങളായി മാറും. ഒരു വശത്ത് സാമൂഹ്യ സുരക്ഷയും മറുവശത്ത് ദുരന്ത നിവാരണവും, ഈ രണ്ട് മേഖലകളിലും ശക്തമായ ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ കർഷകർക്ക് ആത്മവിശ്വാസം നൽകാൻ കഴിയൂ. കേരള ബജറ്റ് 2026 വെറും വരുമാന ചെലവ് കണക്കുകളുടെ രേഖ മാത്രമല്ല. കർഷക ക്ഷേമനിധി ബോർഡിന്റെ നിലനിൽപ്പും ആയിരക്കണക്കിന് കർഷകരുടെ പെൻഷൻ പ്രതീക്ഷകളും കാലാവസ്ഥാ പ്രതിസന്ധിക്കെതിരായ കാർഷിക സുരക്ഷാ സംവിധാനങ്ങളും നിർണ്ണയിക്കുന്ന ഒരു രാഷ്ട്രീയ സാമ്പത്തിക പരീക്ഷണ വേദി കൂടിയാണ് ഈ ബജറ്റ്. പുതിയ UDF സർക്കാർ കർഷകരുടെ പ്രതീക്ഷകൾക്ക് എത്രത്തോളം മറുപടി നൽകുമെന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.